നമസ്കാരം. പിക്സ്പാക്ക് ജപ്പാൻ ഇന്ത്യയിൽ ന്യൂലി ലോഞ്ച് ചെയ്തിട്ടുള്ള പിക്സ്പാക്ക് റേ ഗോൾഡ് എന്ന് പറയുന്ന പ്രൊജക്ടറാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ ഒരു പ്രൊജക്ടർ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു പ്രൊജക്ടറാണ്. പക്ഷെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് ഈ പ്രൊജക്ടർ വാങ്ങുമ്പോൾ 6000 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടും. അതെങ്ങനെയാണ് കിട്ടുക, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ വീഡിയോ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പ്രൊജക്ടറിൽ മിനി LED ടെക്നോളജിയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ മിനി LED ടെക്നോളജിയിൽ വരുന്ന പ്രൊജക്ടർ ആയിരിക്കും ഇത്. ഇതിൽ സാധാരണ പ്രൊജക്ടറിനേക്കാളും 30% കൂടുതൽ പിക്ചർ ക്വാളിറ്റി കിട്ടും. 40% ബെറ്റർ കളേഴ്സ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. 55% കൂടുതൽ ഷാർപ്നെസ്സും ഈ ഒരു പ്രൊജക്ടറിൽ ലഭിക്കും. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ കിട്ടില്ലൻ ഒരു പാക്കേജ് ആണ് ഈ ഒരു പ്രൊജക്ടർ. സാധാരണ പ്രൊജക്ടറിൽ കൺവെൻഷണൽ LEDs ആണ് വരുന്നത്. അതായത് 1x1 ഒരു സിംഗിൾ LED ആയിരിക്കും വരുന്നത്. ഈ സിംഗിൾ LEDയുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സെന്റർ ഭാഗത്തായിട്ട് നല്ല ഗ്ലോ ആയിരിക്കും, നല്ല ബ്രൈറ്റ്നസ് കിട്ടും. പക്ഷേ ഇതിന്റെ കോർണേഴ്സിലേക്ക് പോകുമ്പോൾ ഈ ബ്രൈറ്റ്നസ് കുറഞ്ഞു വരും. അതാണ് ഈ കൺവെൻഷണൽ LEDs യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം. പക്ഷേ ഇതിൽ 1x1 ഇഞ്ചിന്റെ മിനി LED ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നതിനോടൊപ്പം സ്ക്രീനിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ ബ്രൈറ്റ്നസ് കിട്ടും. മനസ്സിലായോ? ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ സെന്ററിൽ കൂടുതൽ ബ്രൈറ്റ്നസും സൈഡിലായിട്ട് ബ്രൈറ്റ്നസ് കുറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല. മാത്രമല്ല ഈ പ്രൊജക്ടർ 99% sRGB കളർ കവറേജ് തരുന്നത് കൊണ്ട് ഓരോ കളേഴ്സിന്റെ ഷെയ്ഡും അക്യുറേറ്റ് ആയിരിക്കും. അതോടൊപ്പം ഇതിന്റെ ബ്രൈറ്റ്നസ് സൂപ്പറാണ്. ഇതിന്റെ ബ്രൈറ്റ്നസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കാണുന്ന സമയത്ത് റൂമിൽ 1-2 ലൈറ്റ് അങ്ങോട്ട് ഇടണം. ലൈറ്റ് ഇട്ടെന്ന് പറഞ്ഞാലും ഒരു രീതിയിലുള്ള ഫെയ്ഡും ഇല്ലാതെ നല്ല കിഡിലായിട്ടുള്ള ക്വാളിറ്റിയിൽ നമുക്ക് പിക്ചേഴ്സ് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഈ പ്രൊജക്ടർ നിങ്ങൾക്ക് സ്കൂളിലും ഓഫീസിലും വീട്ടിലും മിനി ഹോം തിയേറ്റർ സെറ്റപ്പിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഏത് യൂസിനും ഇത് കിഡിലായിട്ട് ഉള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും തരിക. ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള പ്രൊജക്ടർ വീഡിയോകളുടെ കമന്റ് സെക്ഷനിൽ കുറെ ആളുകൾ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, പ്രൊജക്ടറിന്റെ ആൻസി ലൂമൻ എത്രയാണെന്നുള്ളത്. മിക്ക പ്രൊജക്ടറുകളും മിക്ക കമ്പനികളും ആൻസി ലൂമൻ എത്രയാണെന്ന് പലപ്പോഴും മെൻഷൻ ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു പ്രൊജക്ടറിന്റെ ആൻസി ലൂമൻ വരുന്നത് 2100 തൊട്ട് 2150 വരെയുള്ള പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് ഈ ഒരു പ്രൊജക്ടറിൽ ലഭിക്കും. ഇതിൽ കുറച്ച് ബ്രൈറ്റ്നസ് പ്രീസെറ്റ്സ് വരുന്നുണ്ട്. 1 to 10 വരെ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ബ്രൈറ്റ്നസ് 10-ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കിട്ടില്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുക. ഒപ്പം തന്നെ ഈ ഒരു പ്രൊജക്ടർ 100% ഡസ്റ്റ് പ്രൂഫ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിക്ചർ ക്വാളിറ്റിയും ഷാർപ്നെസ്സും ബ്രൈറ്റ്നസ്സും ഒക്കെ ഒട്ടും കുറയാതെ കുറേയധികം കാലം നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ബ്രൈറ്റ്നസ് കൂടുതലുണ്ടെങ്കിൽ നല്ല പിക്ചർ ക്വാളിറ്റി കിട്ടുമെന്ന്. ഒരിക്കലും അങ്ങനല്ല. ബ്രൈറ്റ്നസിനോടൊപ്പം തന്നെ നല്ല കോൺട്രാസ്റ്റ് റേഷ്യോയും പിക്ചർ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എഞ്ചിനും ഇതിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലെവലിലേക്കുള്ള ഒരു പിക്ചർ ക്വാളിറ്റി പ്രൊജക്ടറിൽ കിട്ടത്തുള്ളൂ. ഇതിന്റെ പിക്ചർ ക്വാളിറ്റി ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയാനുള്ള കാരണം ഇതിന്റെ കോൺട്രാസ്റ്റ് റേഷ്യോ വരുന്നത് 11,000:1 ആണ്. ഒപ്പം ഇതിൽ VCEX ആൽഫ എഞ്ചിൻ മാക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസും നല്ല രീതിയിലുള്ള ഒരു പിക്ചർ ക്വാളിറ്റിയും ഈ ഒരു പ്രൊജക്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ 9 ലെയർ ഗ്ലാസ് ലെൻസിനൊപ്പം ഹൈ എൻഡ് LTPS IPS സ്ക്രീൻ നൽകിയിട്ടുണ്ട്. ഇതിലൂടെ സ്ക്രീനിന്റെ എല്ലാ കോണിലും ബ്രൈറ്റ്നസ് ഒരേപോലെ കിട്ടുകയും ബ്ലർ ആവുന്ന ഒരു പ്രശ്നം ഇതിൽ ഉണ്ടാകത്തുമില്ല. മാത്രമല്ല ഇതിൽ നെറ്റ്ഫ്ലിക്സ് ഡോൾബി വിഷൻ കണ്ടന്റ് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരുപാട് നേരം സ്ക്രീൻ ടൈം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഐ പ്രൊട്ടക്ഷൻ മോഡ് ഉണ്ട്. അത് എനേബിൾ ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ബ്ലൂ ലൈറ്റ് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഗെയിമേഴ്സിനും ഈ ഒരു പ്രൊജക്ടർ സൂപ്പർ ആയിട്ട് ഉപയോഗിക്കാം. കൺസോൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിഡുമായിട്ട് ഇത് കണക്ട് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. HDMI-യുടെ HDCP വേർഷൻ 2.2-ലാണ് ഇത് വരുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗെയിമിംഗ് മോഡ് ഇതിൽ ലഭിക്കുന്നുണ്ട്. അൾട്രാ ലോ ലേറ്റൻസി കിട്ടുന്നതിനോടൊപ്പം 4K 60 FPS HDR ഗെയിമിംഗ് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രൊജക്ടറിന്റെ നേറ്റീവ് റെസൊല്യൂഷൻ വരുന്നത് 1080p ആണ്. പക്ഷെങ്കിൽ 4K അപ്സ്കെയിലിംഗ് ഫീച്ചർ ഉള്ളത് കൊണ്ട് നല്ല അടിപൊളി ക്വാളിറ്റിയിലേക്ക് പിക്ചേഴ്സ് അപ്സ്കെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒപ്പം ഇതിന്റെ ഒരു TV കാസ്റ്റിംഗ് ആപ്പ് ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കാസ്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നതിനോടൊപ്പം ആ ഒരു ആപ്പിനെ ഒരു ഡെഡിക്കേറ്റഡ് റിമോട്ട് ആയിട്ട് മാറ്റാൻ പറ്റും. അതായത് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടും ഈ പ്രൊജക്ടർ ഫുള്ളി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രൊജക്ടറിന്റെ ഹാർഡ്വെയർ സൈഡും പവർഫുൾ ആണ്. 3GB RAM വരുന്നുണ്ട്, 32GB ഇന്റേണൽ സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.2 വേർഷൻ ആണ് വരുന്നത്. ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഡ്യുവൽ HDMI പോർട്ട് വിത്ത് HDMI ARC പ്ലസ് HDMI CEC 1 ടച്ച് കൺട്രോളർ സ്ക്രീൻ മിററിംഗ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഫോൺ ഡയറക്റ്റ് ആയിട്ട് പ്രൊജക്ടറിലേക്ക് മിറർ ചെയ്യാനായിട്ട് സാധിക്കും. പ്രൊജക്ടർ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഫോൺ വൈഫൈയിൽ നിന്ന് പ്രൊജക്ടർ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തുകൊണ്ട് ഈ പ്രൊജക്ടർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ വൈഫൈയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രൊജക്ടറിൽ ഇൻബിൽഡ് ആയിട്ടുള്ള യൂട്യൂബ് ആപ്പിൽ നിന്നും 4K 60Hz HDR കണ്ടന്റ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും. ഇത് മാത്രമല്ല ഇതിനോടൊപ്പം കുറേയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഓട്ടോ ഫോക്കസ്, ഓട്ടോ കീസ്റ്റോൺ, ഓട്ടോ ഒബ്സ്റ്റക്കിൾ കറക്ഷൻ. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഇതിന്റെ ഇടയ്ക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ക്രീൻ ഇത് കറക്റ്റ് ആയിട്ട് സെറ്റ് ആക്കി തരും. ഓട്ടോ ഫോക്കസും ഓട്ടോ കീസ്റ്റോൺ കറക്ഷനും ഒക്കെ ഒരു 25,000 രൂപയുടെ താഴെയുള്ള പ്രൊജക്ടറിലൊന്നും അത്ര നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രൊജക്ടറിൽ ഓട്ടോ ഫോക്കസും ഓട്ടോ കീസ്റ്റോണും പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ടെൻഷന്റെ ആവശ്യമില്ല, നല്ല കിഡലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഞാനിത് കുറേയധികം ദിവസങ്ങൾ യൂസ് ചെയ്തു.
ഞാൻ പല രീതിയിലുള്ള ആ സ്ക്രീനുകളിൽ ഇത് പ്ലേ ചെയ്ത് നോക്കി. എല്ലായിടത്തും എനിക്ക് 100% അല്ലെങ്കിൽ ഒരു 99% സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടിയത്. ഇനി ഈ പ്രൊജക്ടറിന്റെ മാക്സിമം സ്ക്രീൻ സൈസ് നമുക്ക് 650 ഇഞ്ച് തൊട്ട് ഒരു 700 ഇഞ്ച് വരെ ഏകദേശം ലഭിക്കുന്നുണ്ട്. അത്രയത്തിന്റെ ഒന്നും ആവശ്യം എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടാവും തോന്നുന്നില്ല. ബട്ട് അത്രയും പേര് നമുക്ക് സ്ക്രീൻ സൈസ് ഈ ഒരു പ്രൊജക്ടറിൽ കിട്ടും. ചില പ്രൊജക്ടറിൽ സ്ക്രീൻ സൈസ് കൂടുമ്പോൾ പിക്ചർ ക്വാളിറ്റി കുറയാറുണ്ട്. ഈ ഒരു പ്രൊജക്ടർ ഞാൻ ഉപയോഗിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ തോന്നിയില്ല. കാരണം ഞാൻ മാക്സിമം എത്രയും വലിയ സ്ക്രീൻ വെക്കാവോ അത്രയും വലിയ സ്ക്രീൻ വെച്ചിട്ടൊക്കെയാണ് ഇത് പ്ലേ ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയത്. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മൾ സാധാരണ ഒരു 200 ഇഞ്ചൊക്കെ ഉള്ള ഒരു സ്ക്രീൻ ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 200 താഴെ ഒക്കെ ഉള്ള ഒരു സ്ക്രീൻ ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ LED ടിവിയെക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് ലഭിക്കും. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യമാണ് ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി. 10 വാട്ട്സിന്റെ ഹാർമോണൈസ്ഡ് ആയിട്ടുള്ള ഡ്യുവൽ സ്പീക്കേഴ്സ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇതിന്റെ രണ്ട് വശങ്ങളിലായിട്ടാണ് സ്പീക്കർ വരുന്നത്. എന്തോ കിടിലൻ സൗണ്ട് ക്വാളിറ്റി ആണെന്ന് അറിയാം. ഒരു എക്സ്റ്റേണൽ സൗണ്ട് ബാർ ഒന്നും കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി ഈ ഒരു പ്രൊജക്ടറിൽ കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളും ഹൈ ലെവലിലോട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ സിസ്റ്റം കണക്ട് ചെയ്യാം. സൗണ്ട് ബാറോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിനിമാറ്റിക് ലെവലിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ ഈ ഒരു പ്രൊജക്ടറിലെ സൗണ്ട് ക്വാളിറ്റി പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് 1-2 മൂവീസ് വാച്ച് ചെയ്ത് വേറെ എക്സ്റ്റേണൽ സ്പീക്കറുകളൊന്നും കണക്ട് ചെയ്യാൻ പോയില്ല. പക്ഷെ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ തിരികെയും നല്ലൊരു സൗണ്ട് എഫക്റ്റിൽ നമുക്ക് മൂവീസ് കാണാനായിട്ട് പറ്റും. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ ഒരു പ്രൊജക്ടറിൽ. ഇതിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്തുകൊണ്ട് അതിലുള്ള മൂവീസ് വാച്ച് ചെയ്യണമെങ്കിൽ അത് പറ്റും. പിന്നെ പെൻഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ മൂവീസ് ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ ചില മൂവീസ് പ്ലേ ആകാറില്ല. അത് പരിഹരിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് പല പ്ലെയറുകൾ ഇതിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആപ്സ് ഡൗൺലോഡ് ചെയ്യാം. VLC പ്ലെയർ ഒക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പ്ലേ ആകാത്ത ഫയലുകൾ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ മറ്റ് വീഡിയോ പ്ലെയറുകൾ ഡൗൺലോഡ് ചെയ്ത് അതിൽ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം പ്ലേ ആവും. അപ്പൊ അത് വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഓപ്ഷനൂടെ ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഏത് ആപ്പും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. മൊത്തത്തിൽ പറഞ്ഞാൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള പ്രൊജക്ടർ ആണ്. ഇതിൽ നിങ്ങൾക്ക് ആമസോൺ കണ്ടന്റോ നെറ്റ്ഫ്ലിക്സോ യൂട്യൂബോ ഈ പറഞ്ഞതുപോലെ ഡൗൺലോഡഡ് ആയിട്ടുള്ള ഫയലുകളോ എന്ത് വേണമെന്നുണ്ടെങ്കിലും പ്ലേ ചെയ്ത് നല്ല ഹൈ ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ ഈ പ്രൊജക്ടർ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1 മന്തിന്റെ OTT ബണ്ടിൽ ഫ്രീ ആയിട്ട് കിട്ടും. ഒപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ വാറന്റി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. പിക്സ്പായ്ക്ക് പ്രോപ്പർ വാറന്റി നൽകുന്നുണ്ട്. 1 ഇയറിന്റെ ഡ്രോപ്പ് പിക്കപ്പ് വാറന്റിയാണ് നൽകുന്നത്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് റിപ്പയർ ചെയ്ത് തിരിച്ച് നമ്മുടെ വീട്ടിൽ അവർ എത്തിച്ചു തരും. 1 ഇയറിന് ശേഷം എന്തെങ്കിലും കംപ്ലൈന്റ് വന്നെന്ന് പറഞ്ഞാലും സെയിം തന്നെ സർവീസ് ചാർജ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. റിപ്പയർ ചെയ്ത് വീട്ടിലെത്തിച്ചു തരും. അപ്പോൾ വാറന്റിയെ കുറിച്ച് ആലോചിച്ച് പിക്സ്പാക്ക് പ്രൊജക്ടറിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നൽകിയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിന്റെ ഒരു പിക്ചർ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസിങ് കുറച്ച് കുറവാണോ എന്ന് നമുക്ക് തോന്നത്തുള്ളൂ. ഇതിന്റെ ഇപ്പോഴത്തുള്ള പ്രൈസിങ് ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ പ്രൈസിംഗ് ആണ് 29,999. ഏകദേശം 30,000 രൂപയുടെ അടുത്താണ് ഈ പ്രൊജക്ടറിന്റെ പ്രൈസിങ്. എന്നാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടാണ് ഈ പ്രൊജക്ടർ വാങ്ങാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6,000 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടും. ഡിസ്കൗണ്ടിന് വേണ്ടിയുള്ള കൂപ്പണാണ് ഞാനിവിടെ നൽകിയിരിക്കുന്നത്. CAMD 6 എന്നുള്ള ഈ ഒരു കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് ഈ ഒരു പ്രൊജക്ടർ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 23,999 നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടർ പർച്ചേസ് ചെയ്യാൻ പറ്റും. 6,000 രൂപയുടെ ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്. കൂപ്പൺ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്തുകൊണ്ട് ഈ ഒരു കൂപ്പൺ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ബൈ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു ലിങ്ക് ഫോളോ ചെയ്താൽ മതി, നേരെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എത്താം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പ്രൊജക്ടറിന്റെ കൂട്ടുള്ള പല പ്രൊജക്ടറുകൾ ഏകദേശം ഇതേ രൂപത്തിലുള്ള പല പ്രൊജക്ടറുകൾ പല ബ്രാൻഡുകൾ പല ബ്രാൻഡിങ്ങിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു സൈറ്റിൽ നിന്ന് പോയിട്ട് പർച്ചേസ് ചെയ്ത് പിക്സ്പാക്കിന്റെ വാങ്ങിയാണെങ്കിൽ പിക്സ്പാക്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറിക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് 500 or 1,000 rupees പേ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഇവരുടെ ഒരു നോർമൽ പ്രോസസിംഗ് ആണ് ഈ ഒരു വെബ്സൈറ്റിന്റെ. അതൊരു അങ്ങനെ ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇത്രയും പൈസ ചോദിച്ചു എന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ ഒരു പ്രോട്ടോകോൾ ആണ്. ക്യാഷ് ഓൺ ഡെലിവറിക്ക് അഡ്വാൻസ്ഡ് പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ക്യാഷ് ഓൺ ഡെലിവറി അല്ല, ഫുൾ പേയ്മെന്റ് ചെയ്തിട്ട് ഓൺലൈൻ പേയ്മെന്റ് ചെയ്തിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങളൊരു പ്രൊജക്ട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബഡ്ജറ്റ് വരുന്നത് ഏകദേശം 20,000 രൂപയുടെ അടുത്താണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ 2,000 3,000 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള പ്രൊജക്ടർ വാങ്ങാനായിട്ട് സാധിക്കും. ഞാൻ ഇതുവരെ ഈ പ്രൈസ് സെഗ്മെന്റിൽ യൂസ് ചെയ്ത പ്രൊജക്ടറിലൊന്നും ഇത്രയും നല്ലൊരു പിക്ചർ ക്വാളിറ്റി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിന്റെ ഒരു ബ്രൈറ്റ്നസ് ആയിക്കോട്ടെ, കോൺട്രാസ്റ്റ് റേഷ്യോ ആയിക്കോട്ടെ, കളറൊക്കെ വളരെ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളിൽ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്തേക്കാം. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ എല്ലാ കമന്റുകൾക്കും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.